ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കൊഴുവ എന്ന് പറയുന്ന മീനാണിത്. ചിലർ നത്തോലി എന്നും പറയും. അത് കറി വയ്ക്കാൻ പോവുകയാണേ. ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില, 2 ചുള കുടംപുളി, അതിലേക്ക് തേങ്ങ, മഞ്ഞൾ, ഒരു കരിവേപ്പില, കുറച്ച് മുളക്, ഉണക്കമുളകാണ് ചേർത്തരയ്ക്കാൻ നല്ലത്. ഉണക്കമുളകിന് എരിവ് കൂടുതലായതുകൊണ്ട് കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് ആ തേങ്ങയുടെ കൂട്ടത്തിൽ ചേർത്ത് അരച്ചെടുക്കും കേട്ടോ. ഇതിന് എരിവ് കുറവാണ്, കാരണം എരിവ് കുറച്ച് മതി. അതുകൊണ്ടായി ഈ കൊഴുവയ്ക്കല്ലേലും ഒരുപാട് എരിവ് നല്ലതുമല്ല. ആ അരപ്പരച്ചതും ഈ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും കുടംപുളി, അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് ഈ അരപ്പും കൂടി ഇട്ട് ചാറൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് ചാറ് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കൊഴുവ ഇട്ടാൽ മതി. കൊഴുവ ഇട്ട് ചാറ് നല്ലോണം തിളച്ചതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്തിട്ട് കൊഴുവ ഇടണം. കൊഴുവ ഇട്ടിട്ട് ഒരുപാട് തിളയ്ക്കണ്ട, കാരണം അത് രണ്ടും ആയിട്ട് വിണ്ട് പോകും. തീരെ അങ്ങോട്ട് വറ്റിക്കുകയും വേണ്ട. എന്നിട്ട് ഒരുവിധം നന്നായി കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഊരിയിട്ടിട്ട് നമ്മൾ ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കറി നല്ല ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നും പറയുന്ന പോലെയല്ല, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.